ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമുക്ക് അടുത്ത എക്സാം വരുന്നത് കിതാബുൽ ഫിഖ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പർ നോക്കാം. വീഡിയോയിലൊക്കെ കിടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 6 പാഠഭാഗങ്ങളാണ് എക്സാമിന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ചോദ്യങ്ങളെന്ന് വന്നത് നോക്കാം. നമ്മൾ റിവിഷന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഉപകാരപ്പെടുത്തിയിട്ടുണ്ടാവും. കാണാത്തവരത് പോയി കാണണം. നമുക്ക് ഇതിൽ വന്ന ചോദ്യം നോക്കാം. യോജിപ്പിക്കാനാണ് ആദ്യം. എന്താണ് ഫർള് എന്ന് പറയപ്പെടും? എന്തിനാണ് ഫർള് എന്ന് പറയപ്പെടുന്നത്? എന്തിനാണ്? വാജിബിന് ഫർള് എന്ന് പറയപ്പെടും. അപ്പോൾ നമുക്കതിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കാം. അത് അവിടെയൊക്കെ എഴുതുകയാണ് വേണ്ടത്. ഓക്കെ. അടുത്തതോ, സമയമായാൽ ഉടനെ എന്താണ്? നിസ്കരിക്കണം. സമയമായാൽ ഉടനെ നിസ്കരിക്കണം. ലഹരി ദ്രാവകങ്ങൾ സുർക്കയായാൽ ശുദ്ധിയാകും. ലഹരി ദ്രാവകങ്ങൾ സുർക്കയായാൽ ശുദ്ധിയാകും. 3. ഇനിയോ, മൂക്കിൽ നിന്നുള്ള രക്തം കുറഞ്ഞതിന് ഇളവുണ്ട്. 4. അടുത്തതോ, ഹൈലുണ്ടാകുന്ന കുറഞ്ഞ പ്രായം 9 ചാന്ദ്രവർഷമാണ്. 5. 9 ചാന്ദ്രവർഷമാണ്. 6. കൈ, കാൽ, മുഖം എന്നിവ കയറ്റി കഴുകുക. ഒളുവിൽ കയറ്റി കഴുകണം. കൈയും കാലും മുഖവും ഒക്കെ കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ വന്നത്, മനസ്സിലാക്കണം കേട്ടോ. ഇനി പൂർത്തിയാക്കി കൊടുക്കാനാണ്. എന്താണ്? രാത്രി രക്തം നിന്നാൽ എന്താണ്? പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നോ? ദിമാഉൽ മർഅത്തിൽ എന്താണ്? രാത്രി രക്തം നിന്നാൽ കുളിക്കും മുമ്പ് നോമ്പെടുക്കാം. രാത്രി രക്തം നിന്നാൽ കുളിക്കും മുമ്പ് നോമ്പെടുക്കാം. അപ്പം അതിൽ പഠിച്ച ബാക്കിയുള്ളതൊക്കെ എന്താണ്? കുളിക്കുന്നതിന് മുമ്പ് ഡാഷ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കുളിക്കുന്നതിന് മുമ്പ് സംയോഗം ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? ഹജ്ജ് ചെയ്യുമ്പോൾ തവാഫ് ഒഴികെയുള്ള മറ്റു കർമ്മങ്ങളെല്ലാം ചെയ്യാം. തവാഫ് ശുദ്ധിയായതിനു ശേഷമാണ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതൊക്കെ ഇതുപോലെ വരാട്ടോ. അടുത്തത് എന്താണ്? ഒരു വസ്തുവിൽ നജസ് ഉണ്ടെന്ന് ഉറപ്പില്ലെങ്കിൽ അത് ശുദ്ധിയുള്ളതായി പരിഗണിക്കാം. ഒരു വസ്തുവിൽ നജസ് ഉണ്ടെന്ന് ഉറപ്പില്ലെങ്കിൽ അത് ശുദ്ധിയുള്ളതായിട്ട് പരിഗണിക്കാം. അതുപോലെ തന്നെയാണ് കുറവും കൂടുതലും തീരുമാനിക്കുന്നത്. എന്താണ്? പതിവനുസരിച്ചാണ്. കുറവും കൂടുതലും പരിഗണിക്കുന്നത് പതിവനുസരിച്ചാണ്. അടുത്തതാ, പരമാവധി ശ്രദ്ധിച്ചിട്ടും നിറം, മണം എന്നിവയിൽ ഒന്ന് നീങ്ങുന്നില്ലെങ്കിൽ എന്താണ്? വിരോധമില്ല. പരമാവധി ശ്രമിച്ചിട്ടും നിറം, മണം എന്നിവയിൽ ഒന്ന് നീങ്ങുന്നില്ലെങ്കിൽ വിരോധമില്ല. അപ്പോൾ അവിടെ നമ്മൾ മുത്തവസ്സിത്ത് കൊണ്ട് മലിനമായ ശുദ്ധിയാക്കുന്ന രീതിയോ ഒക്കെ പഠിച്ചിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അതൊക്കെ ഇതുപോലെ വന്നാൽ നമുക്ക് പൂർത്തിയാക്കി കൊടുക്കാൻ കഴിയണം. മനസ്സിലായില്ല? അടുത്തത് ഓരോ ഉദാഹരണം വീതം എഴുതാനാണ്. ഹറാമിനൊരു ഉദാഹരണം എന്താണ്? ഇതൊക്കെ നമ്മൾ മോഡൽ റിവിഷൻ ചെയ്യുന്നതിൽ പറഞ്ഞതാണ് അല്ലേ? ഹറാമിന് എന്താണ്? മദ്യപാനം, കളവ് പറയൽ, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അടുത്തത് മുത്തവസ്സിത്ത് മലം, മൂത്രം, ഇതൊക്കെ മുത്തവസ്സിത്തായ നജസുകളാണ്. അപ്പോൾ അവിടെ നമുക്കൊന്ന് എഴുതാം. ഇനി ഹലാല് വില കൂടിയ ഭക്ഷണം കഴിക്കൽ, വില കൂടിയ വസ്ത്രം ധരിക്കൽ, ചെരുപ്പ് ധരിക്കൽ, അങ്ങനെ നമുക്കിഷ്ടമുള്ളത് എഴുതാം. ഇനി ഫർള് കിഫായ മയ്യിത്ത് നിസ്കാരം. ഫർള് അതിനാണെങ്കിൽ 5 വക്ത് നിസ്കാരവും റമളാൻ നോമ്പുമാണ്. ഇതുപോലെ നമ്മളിപ്പോൾ വരാത്തത് കറാഹത്തുണ്ട്, സുന്നത്തുണ്ട് അല്ലേ? വാജിബ് അത് 2 വിധം, ഫർള് ഐനും ഫർള് കിഫായയും. അത് മനസ്സിലാക്കണം. ഇനി 2 വീതം എഴുതാനാണ്. ഉളൂയിൻ്റെ സുന്നത്തുകൾ നമ്മൾ കുറേ പോയിന്റുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കിബിലക്ക് മുന്നിടുക, 3 തവണ കഴുകുക, തുടർച്ചയായി ചെയ്യുക, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിന് ചെറുത് ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അവയങ്ങൾ ഉരച്ച് കഴുകുക ഒക്കെ എഴുതാം കേട്ടോ. അപ്പോൾ 2 എഴുതി കൊടുക്കാം. ഇനിയാ
ഹൈല്, നിഫാസ് എന്നിവ കൊണ്ട് ഹറാമായവ. നിസ്കാരം, നോമ്പ്, സുജൂദ്, തവാഫ്, ഖുർആനോദൽ, ഖുർആൻ എഴുതപ്പെട്ടവ, ഇതൊക്കെ തൊടലും ചുമക്കലും പള്ളിയിൽ താമസിക്കൽ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് 2 എഴുതാം. ഇനി ഇളവുള്ള നജസുകൾക്ക് ഉദാഹരണം. ഇളവുള്ള നജസുകൾക്ക് ഒലിക്കുന്ന രക്തമില്ലാത്ത കൊതുക് പോലുള്ളവയുടെ രക്തം, മുഅല്ലല്ലാത്ത അന്യരക്തം, വഴിയിൽ നജസ് ഉണ്ടെന്ന് ഉറപ്പുള്ള ചെളി, ഈച്ചയുടെ കാഷ്ടം, വവ്വാലിൻ്റെ മൂത്രം, കാഷ്ടം, ഇതൊക്കെ ഇളവുള്ള നജസുകളിൽ പെട്ടതാണ്. അപ്പോൾ അതൊന്ന് 2 എഴുതാം. ഇനി 3 വിധം നജസുകളിൽ 2. 3 വിധം നജസുകളിൽ നിന്ന് 2 എഴുതാൻ. നജസുകൾ 3 വിധം: മുഹഫഫ്, മുഅല്ലല്, മുത്തവസ്സിത്ത്. അതിപ്പോൾ ഇന്ന് 2 എഴുതാം. മുഅല്ലല്, മുത്തവസ്സിത്ത് എന്ന് നമുക്ക് എഴുതാം. എന്താണ് മുഅല്ലല്, എന്താണ് മുത്തവസ്സിത്തൊക്കെ മനസ്സിലാക്കണം കേട്ടോ. ഇനി ഉത്തരം എഴുതാനാണ്. 2 മുൻകൈ ഒന്നിച്ച് കഴുകുന്നതോടൊപ്പം ചൊല്ലേണ്ടത് എന്താണ്? അഊദു ബിസ്മി 2 ഷഹാദത്ത് കലിമ, അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തുഹൂറ എന്നിവ ചൊല്ലുക. അഊദു ബിസ്മി 2 ഷഹാദത്ത് കലിമ, അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തുഹൂറ. ഇതാണ് 2 മുൻകൈ ഒന്നിച്ച് കഴുകുമ്പോൾ ചൊല്ലേണ്ടത്. അടുത്തത് ഇസ്തിഹാല എന്നാൽ എന്ത്? എന്താണ് ഇസ്തിഹാല? ഹൈല്, നിഫാസ് സമയത്തല്ലാതെ വരുന്ന രക്തമാണ് ഇസ്തിഹാല. ഇതിന് സമയപരിധിയില്ല. ഹൈല്, നിഫാസ് അല്ലാത്ത സമയത്ത് പുറപ്പെടുന്ന രക്തമാണ് ഇസ്തിഹാല. അടുത്തത് നിസ്കാരം സാധുവാക്കാൻ ശുദ്ധിയായിരിക്കേണ്ട 3 കാര്യങ്ങൾ. നിസ്കാരം ശരിയാവാൻ, സാധുവാവാൻ, സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ ശുദ്ധിയാക്കേണ്ട 3 കാര്യങ്ങൾ. ശരീരം, വസ്ത്രം, സ്ഥലം എന്നിവ ശുദ്ധിയായിരിക്കണം. നിസ്കാരം സാധുവാക്കാൻ ശരീരം, വസ്ത്രം, സ്ഥലം എന്നിവ ശുദ്ധിയുള്ളതായിരിക്കണം. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനിയാ മുഹഫഫായ നജസിന് ഉദാഹരണം. മുഹഫഫായ നജസ്: 2 വയസ്സ് പൂർത്തിയാകാത്ത, പാലല്ലാത്ത, മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം. ഇതാണ് മുഹഫഫായ നജസ്. 2 വയസ്സ് പൂർത്തിയാകാത്ത, പാലല്ലാത്ത, മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം. മുഹഫഫായ നജസ് കൊണ്ട് മലിനമായത് ശുദ്ധിയാക്കുന്ന രീതി അത് ചോദിച്ചാലോ? തടിയുണ്ടെങ്കിൽ നീക്കി മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം ആ ഭാഗത്ത് കുടയുക, കഴുകേണ്ടതില്ല. മുഹഫഫ് ശുദ്ധിയാക്കുന്നത് കേട്ടോ. അതുപോലെ മുഅല്ലലും മുത്തവസ്സിത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത് പട്ടിക പൂർത്തിയാക്കാനാണ്. ഹൈലിലെ കുറഞ്ഞത്, സാധാരണ കൂടിയാൽ, അതുപോലെ നിഫാസ്. അപ്പോൾ നമുക്ക് എന്താണ്? ഹൈലിലെ കുറഞ്ഞത് 1 ദിവസമാണ്. കുറഞ്ഞത് 1 ദിവസം. സാധാരണ 6-7 ദിവസം. സാധാരണ 6-7 ദിവസം. കൂടിയാൽ 15 ദിവസം. കൂടിയാൽ 15 ദിവസം. ഇനി നിഫാസ് കുറഞ്ഞത് അല്പസമയം. കുറഞ്ഞത് അല്പസമയം. സാധാരണയിൽ 40 ദിവസം, കൂടിയത് 60 ദിവസം. അപ്പോൾ ഇത് പൂർത്തിയാക്കി കൊടുക്കാൻ വരും കേട്ടോ. അല്ലെങ്കിൽ മേലെ അങ്ങനെ തരും 40 ദിവസം, 60 ദിവസം, 15 ദിവസം എന്നൊക്കെ. അതൊന്നും നമ്മൾ ഓർഡർ ആക്കിയിട്ട് ഹൈലിൻ്റെതും നിഫാസിൻ്റെതും വേർതിരിക്കാൻ വന്നാൽ നമുക്ക് കഴിയണം. ഇനിയോ വ്യക്തമാക്കാനാണ്. എന്താണ് ഹൈല്? എന്താണ് ഹൈല്? ഗർഭാശയത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്നതാണ് ഹൈല്. ഗർഭാശയത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്നതാണിത് ഹൈല്. അതുപോലെ നിഫാസ് വരാം. അടുത്തത് എന്താണ്? മുഅല്ലല്. എന്താണ് മുഅല്ലല്? നായ, പന്നി എന്നിവയും ഇവയിൽ ഒന്ന് മറ്റൊരു ജീവിയോട് കൂടി ജനിച്ചതും മുഅല്ലലാണ്. നായ, പന്നി എന്നിവയും ഇവയിൽ നിന്ന് ഒന്ന് മറ്റൊരു ജീവിയോട് കൂടി ജനിച്ചവയും മുഅല്ലലാണ്. മുഅല്ലൽ കൊണ്ട് മലിനമായാൽ 7 തവണ കഴുകണം. അതിൽ 1 ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാവണം. നജസിൻ്റെ തടി ഉണ്ടെങ്കിൽ ആദ്യം അത് നീക്കണം. അതിനു വേണ്ടി എത്ര തവണ കഴുകിയാലും അതൊരു തവണയായിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ അത് അതിൻ്റെ കൂടെ മനസ്സിലാക്കുക. ഇനി സുന്നത്ത്. എന്താണ് സുന്നത്ത്?
ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തത്. അതാണ് സുന്നത്ത്. സുന്നത്തിൻ്റെ മറ്റു പേരുകൾ മന്ദൂബ് എന്ന്, മുസ്തഹബ് എന്നും, നഫ്ൽ എന്നും, തതവ്വു എന്നും ഇതിന് പേരുകളുണ്ട്. ഉദാഹരണം സലാം പറയൽ, മിസ്വാക്ക് ചെയ്യൽ, വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കൽ, ഇതൊക്കെ സുന്നത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. അടുത്തത് നിഫാസ്. എന്താണ് നിഫാസ്? പ്രസവം കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ പുറപ്പെടുന്ന രക്തമാണിത്. പ്രസവം കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. ഇത്രയാണ് ഇവിടെ ചോദ്യങ്ങൾ വന്നത്. ഇതുപോലെ നമ്മൾ പാഠഭാഗത്തിൻ്റെ റിവിഷനിൽ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഇനി ഇതിൻ്റെ കൂടെ പറഞ്ഞ് ഇനിയും ഒരുപാട് വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല, മനസ്സിലാക്കുക. അടുത്ത ഇനി ശരിയും തെറ്റും അടയാളപ്പെടുത്താനാണ്. എന്താണ്? മനുഷ്യൻ്റെ ശവം നജസാണ് ആണോ? അല്ല, അത് തെറ്റാണ്. മനുഷ്യൻ്റെ ശവവും മത്സ്യവും ജറാദ്, വെട്ടുകിളി, ഇതൊന്നും എന്താണ്? നജസല്ല. അപ്പോൾ അത് തെറ്റാണ്. അടുത്തതാ 2 കുല്ലത്ത് വെള്ളം ഏകദേശം 200 ലിറ്ററാണ്. അത് ശരിയാണ്. ശരി അടയാളപ്പെടുത്താം. അടുത്തതാ മുബാഹ് എന്നത് സുന്നത്തിൻ്റെ മറ്റൊരു പേരാണ്. മുബാഹ് എന്നത് സുന്നത്തിൻ്റെ മറ്റൊരു പേരല്ല. മുബാഹ് ഹലാലിൻ്റെ മറ്റൊരു പേരാണ്. അപ്പോൾ അത് തെറ്റാണ്. സുന്നത്തിൻ്റെ മറ്റു പേരുകൾ നമ്മൾ പറഞ്ഞതാണ്, മന്ദൂബ്, മുസ്തഹബ് ഒക്കെ. അപ്പോൾ അത് മാറിപ്പോവരുത് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് എല്ലാം നന്നായിട്ട് മനസ്സിലാക്കണം. ഫർള് കിഫായയുടെ ഉദാഹരണത്തിൽ പെട്ടതാണ് മയ്യിത്ത് നിസ്കാരം. അതുപോലെ ഫർള് ഐനാണ് മയ്യിത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല, അത് മയ്യിത്ത് നിസ്കാരം ഫർള് കിഫായയാണ്. ഫർള് ഐൻ 5 വക്ത് നിസ്കാരം റമളാൻ നോമ്പ് പോലെയാണ്. അത് മനസ്സിലാക്കണം. ഇനി ഇസ്തിഹാല ഉള്ളപ്പോൾ നിസ്കരിക്കാം. അത് ശരിയാണ്. ഹേലും നിഫാസും ഉള്ളപ്പോഴാണ് നിസ്കാരം, നോമ്പ് എന്നിവ ഹറാമ്. എന്നാൽ ഇസ്തിഹാലത്ത് ഉള്ളപ്പോൾ നോമ്പും നിസ്കാരവും ഒഴിവാക്കാൻ പാടില്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചോദ്യപേപ്പറിലുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ മുമ്പ് എല്ലാ പാഠഭാഗങ്ങളുടെയും ഇത് കൂടിയിട്ടുള്ള ഒരു ചോദ്യപേപ്പർ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഉപകാരപ്പെടുത്തി അതിലെ ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമ്മൾ റിവിഷൻ്റെ കൂടെയും ഓരോ ചോദ്യങ്ങളും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 2 ഹൈലിൻ്റെ ഇടയിലുള്ള ശുദ്ധികാലം 15 ദിവസമാണ്. അത് എത്രയുമാകാം, കൂടിയാൽ സാധാരണയിൽ 15 ദിവസമാണ്. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ എല്ലാവരും വീഡിയോ ഉപകാരപ്പെടുത്തുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.